പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം തുടർന്ന് ക്രൈംബ്രാഞ്ച് അനന്തകൃഷ്ണന്റെ കടവന്ത്ര ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത ഇടപാടുകാരുടെ രേഖകളും ലാപ്ടോപ്പുകളുടെയും പരിശോധന തുടരുകയാണ്. ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴി പണമിടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ജീവനക്കാർക്ക് പങ്ക് എത്രമാത്രം എന്ന ചോദ്യം ചെയ്താൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അനന്തുവിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ പരിശോധന. പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ക്രൈംബ്രാഞ്ച് SP MJ സോജൻ വ്യക്തമാക്കി. അന്വേഷണം തുടങ്ങി. ഇന്നലെ റെയ്ഡ് തുടങ്ങിയല്ലേ ഉള്ളൂ. ഇപ്പൊ ഒന്നും പറയാനില്ല. ചെയ്യണം, കസ്റ്റഡി വാങ്ങുന്നുണ്ട്. അല്ലാതെ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതുമായി ബന്ധപ്പെട്ട കുറെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് വരികയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ റെയ്ഡുകൾ നടക്കുന്നു. തെളിവുകൾ പരമാവധി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ എത്ര കേസുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ടോമി കേസിലെ 34 കേസുകളുടെ ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരിക്കുന്നത്. ഒട്ടനവധിയായ ആയിരക്കണക്കിന് പരാതികൾ വന്നിട്ടുണ്ടെങ്കിലും അത് പലതിനും ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയും ചില പരാതികൾ ക്രോഡീകരിച്ച് ആ രീതിയിലുള്ളൊരു അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ 34 കേസുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത, ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇപ്പോൾ ഇതിലേക്ക് മാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ ആദ്യ ഒരു ചുവട് എന്ന് പറയാവുന്ന രീതിയിലേക്ക് പരിശോധനകളിലേക്ക് കടന്നത്. ഇന്നലെ എറണാകുളം പനമ്പിള്ളി നഗറിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സിൻ്റെ ഓഫീസിലായിരുന്നു പരിശോധന. സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഈ അനന്തകൃഷ്ണൻ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അതായത് ഉപകമ്പനികൾ എന്ന രീതിയിൽ അനന്തകൃഷ്ണൻ രജിസ്റ്റർ ചെയ്തതാണ്. NGO നാഷണൽ കോൺഫെഡറേഷനിലൂടെ സമാഹരിക്കുന്ന പണം ഇയാളുടെ മറ്റ് കമ്പനികളിലേക്ക് വകമാറ്റിയിരുന്നു. അങ്ങനെ വരുന്നതാണ് ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ അക്കൗണ്ട് വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിൽ അനന്തകൃഷ്ണൻ ഈ ഫണ്ട് വലിയ രീതിയിലൊരു ആർഭാട ജീവിതത്തിനടക്കം വിനിയോഗിച്ചതെല്ലാം തന്നെ ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഇവിടെയാണ് ആദ്യമായിട്ടുള്ളൊരു പരിശോധനകളും കാര്യങ്ങളും നടന്നത്. ഇവിടെ നിന്ന് 6 ലാപ്ടോപ്പുകൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. കുറേ രേഖകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തു. ഈ രേഖകളിൽ പലതും വ്യക്തമാക്കുന്നത് ഇയാൾക്ക് നിക്ഷേപകർ സംബന്ധിയായ ചില വിവരങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് സംബന്ധിയായ അന്വേഷണം നടത്തി വരുന്നു. ഒപ്പം തന്നെയും കൂടുതൽ അന്വേഷിക്കുന്നത് ഈ പണം ഇയാൾ ഏത് രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഏതെങ്കിലും ബനാമി ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ളൊരു പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഒപ്പം ഇയാളുടെ ജീവനക്കാരിലെ കേന്ദ്രീകരിച്ചു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ചില ജീവനക്കാരുടെയെങ്കിലും അക്കൗണ്ടുകൾ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാരെ കൂടുതൽ അവരുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിലും പ്രാഥമികമായി അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് അതുവഴിയും ചില ഫണ്ടുകൾ വന്നിട്ടുണ്ട്, ചിലത് കൈമാറുന്നതിന് വേണ്ടി ഇത്തരം ഫണ്ടുകൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ എത്രത്തോളം ഇവരുടെ സമ്മതമുണ്ട് എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇനി അന്വേഷണത്തിൻ്റെ വഴിക്ക് മാത്രമേ അത് അറിയാൻ കഴിയൂ. പ്രാഥമികമായി ഇവരുടെ അക്കൗണ്ടുകൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി അവർക്ക് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ വ്യാപകമായ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്, ഏത് രീതിയിലാണ്? കാരണം ഈ കേസിൽ തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ ചില ഉന്നതർക്ക്, രാഷ്ട്രീയ ഉന്നതർക്കടക്കം ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നാണ്. അതോടൊപ്പം ഈ തട്ടിപ്പിന്റെ തുക കൈപ്പറ്റിയ പല പ്രമുഖരുടെയും പേരുകളൊക്കെ പുറത്തു വന്നതാണ്. ആ രീതിയിലുള്ള അന്വേഷണവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ? നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ എങ്ങനെയാണ് തട്ടിപ്പ് നടന്നത്, ഇയാൾ ഏത് രീതിയിലാണ് കബളിപ്പിക്കൽ ഉണ്ടായത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. കാരണം ഈ CSR ഫണ്ട് അത് വരും എന്ന് പറഞ്ഞാണ് പലരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയത്. അപ്പോൾ ഇതിൽ എന്താണ് കൃത്യമായി നടന്നിട്ടുള്ളത്, ആരുടെ ഭാഗത്തു നിന്നാണ് കബളിപ്പിക്കൽ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. കാരണം ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അവർക്കിതിൽ പങ്കാളിത്തമില്ല എന്ന് കൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആര് പറയുന്നതാണ് ഇതിൻ്റെ ഒരു
വാസ്തവം എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ആശയക്കുഴപ്പത്തിൻ്റെ കുരുക്കഴിക്കുക എന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ചെല്ലുന്നത്. നിലവിൽ രാഷ്ട്രീയക്കാരിലേക്കും മറ്റും പോകുന്നതിന് ഈ ഒരു ഘട്ടത്തിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് വലിയ വെളിപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമാണ്. കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് തെളിവെടുപ്പിലേക്ക് വരുമ്പോൾ താൻ ആർക്കും പണം നൽകിയിട്ടില്ല എന്ന രീതിയിലുള്ള വിളിച്ചു പറയലുകളായിട്ട് അതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിൽ കൃത്യമായ ഒരു രേഖകളിലേക്ക് പണം കൈമാറി എന്നത് സംബന്ധിയായ കാര്യങ്ങൾ ആക്ഷേപങ്ങളായി ഉയരുമ്പോൾ അതിൻ്റെ ഒരു വസ്തുതകളിലേക്ക് പോകാനായിട്ട് കഴിയുമോ എന്ന കാര്യത്തിലും ക്രൈംബ്രാഞ്ചിന് സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണ്, എവിടെയാണ്, ഇത് ആരുടെ എത്രമാത്രം ഒരു പണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളിലേക്ക് വന്നിട്ടുണ്ട് എന്നതടക്കമുള്ളൊരു വസ്തുതാപരമായ വിവരശേഖരണത്തിൻ്റെ ഒരു തുടക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെന്ന് നിൽക്കുന്നത്. അത് കഴിയുന്നതിന് മുറയ്ക്കായിരിക്കും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളിലേക്ക് അടക്കം ചെല്ലുന്നത്. 34 പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പരാതികൾ ഓരോ മേഖലയിൽ നിന്നും ഉയരുകയാണ്. പറവൂരിൽ നിന്ന് ഏതാണ്ട് 1000-ലധികം പരാതികൾ വന്നിട്ടുണ്ട്. ഇത് കേസുകളിലേക്ക് മാറ്റുകയാണ്. ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നത് സംബന്ധിച്ച് പോലും വ്യക്തതയിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം ഓരോ ദിവസവും പരാതികളുടെ ഒരു പ്രളയം എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരിക. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുള്ളത്. കാരണം ഈ പരാതിയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രയാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. 1000-ലധികം കോടിയുടെ തട്ടിപ്പ് നടന്നു എന്ന് പറയുമ്പോൾ പോലും അതിലൊരു വ്യക്തത ക്രൈംബ്രാഞ്ചിന് അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുണ്ടോ ഡാനി? അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യം, ഈ എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഇരകളായവരുടെ വിവരങ്ങൾ തേടണം. അതോടൊപ്പം ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ജില്ലകളിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്, ഈ തട്ടിപ്പ് പണം എവിടെയൊക്കെ നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതല്ലേ? സങ്കീർണമാണ് ടോം ഇതിൻ്റെ ഒരു അന്വേഷണ പുരോഗതി അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ചുവടുകളെല്ലാം തന്നെ വലിയ സങ്കീർണതകൾ നിലനിൽക്കുന്നതാണ്. കാരണം ഇത് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നത് സംബന്ധിച്ച് വലിയ വ്യക്തതയൊന്നും അന്വേഷണ സംഘത്തിലേക്കും വന്നു ചേർന്നിട്ടില്ല. കാരണം ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നു, നിരവധിയായ പരാതികൾ വരുന്നുണ്ട്. ഇത് പരസ്പരം പരാതി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾക്കെതിരെ ബുക്ക് ചെയ്ത ആളുകൾ പരാതി കൊടുക്കുന്നു, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി തിരിച്ച് അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ ആനന്ദ് കുമാറിൻ്റെ ഈ സായിഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ആനന്ദ് കുമാറിൻ്റെ ഇടപെടലുകൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അത് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ഒരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നീങ്ങിയിട്ടില്ല എന്നതും നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പരാതികളിലും വളരെ വ്യക്തമായി ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളുടെ പരാതികൾ വളരെ വ്യക്തമായി ആനന്ദ് കുമാറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇതുവരെയും അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല എന്നത് തന്നെയാണ്. അപ്പോൾ പിന്നീട് ഇതിൻ്റെ ഒരു തുകയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ 1000-ഓളം കോടി രൂപയുടെ തട്ടിപ്പ് എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് ഈ രീതിയിൽ നടക്കുമ്പോൾ ആരുടെയും ഈ ഒരു CSR ഫണ്ടിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരു കാര്യമാണോ ഇതെന്നെല്ലാം തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള ഒരു പങ്കാളിത്ത സ്വഭാവത്തോടുകൂടി ആരെങ്കിലും ഉണ്ടോ എന്നതടക്കം പുറത്തു വരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ അനന്തകൃഷ്ണൻ തന്നെയാണോ ഇതിൻ്റെ കൃത്യമായി നേതൃത്വം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിലേക്കെല്ലാം തന്നെ കടക്കേണ്ടതാണ്. പക്ഷേ നിലവിലിപ്പോൾ ഈ 34 പരാതികൾ, അതിൽ ആർക്കാ ഫണ്ട് നൽകി, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിനിമയം നടന്നിരിക്കുന്നതെന്ന് സംബന്ധിയായ കാര്യങ്ങളിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.